പ്രിയപ്പെട്ട കൂട്ടുകാരെ, നന്ദനം ഫുഡ് ഫ്യൂഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റെഡ് ചില്ലി ഗാർലിക് ചട്നിയാണ്. ഇത് നമുക്ക് ഇഡ്ഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ ചട്നിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കൂടാതെ ബിരിയാണിയുടെയും സാദാ ചോറിൻ്റെയും ഒക്കെ കൂടെ അച്ചാറായിട്ടും നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ അത് മാത്രമല്ല, ഒരു റെഡ് ചില്ലി സോസായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ചട്നി ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കായ്മുളക്, കുരുകളഞ്ഞ് ചെറുതായി മുറിച്ച് വെച്ച ഈത്തപ്പഴം, പുളി, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില, കടുക്, ഉഴുന്നുപരിപ്പ്, കാശ്മീരി ചില്ലി പൗഡർ, കായപ്പൊടി. ഇനി നമുക്ക് കായ്മുളകും ഈത്തപ്പഴവും പുളിയും ഒക്കെ ഒന്ന് കുതിർത്ത് വെക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കായ്മുളക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 8 കായ്മുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈത്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ അളവ് കൂട്ടിക്കൊടുത്താൽ മതി. നെല്ലിക്ക വലിപ്പത്തിലെടുത്ത പുളിയും ഇതിലേക്ക് ചേർക്കുക. 1/2 കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കുക. ഇനി ഇതൊന്ന് കുതിരട്ടെ. ഈ സമയം കൊണ്ട് വെളുത്തുള്ളിയും മറ്റും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 20 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്തിട്ടുള്ളത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഈ വെളുത്തുള്ളി ഏകദേശം ലൈറ്റ് ബ്രൗൺ ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 5 ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇവയെല്ലാം ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക. ഇനി ഇതൊന്ന് തണുക്കട്ടെ. ചൂടാറിയതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഈത്തപ്പഴം, കായ്മുളക്, പുളി എന്നിവ ചേർത്ത് കൊടുക്കുക. ഇനി ഈ വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവൻ വെള്ളവും ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. അരച്ച് കഴിഞ്ഞതിന് ശേഷം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അപ്പോൾ ഇത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് തുറന്നു നോക്കാം. ഇതിൽ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള വെള്ളം മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർക്കാം. നിങ്ങൾക്ക് എത്ര ലൂസ് വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്ര വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചട്നി ഒന്ന് താളിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നേരത്തെ ഉപയോഗിച്ച ഫ്രൈ പാൻ തന്നെ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്.
2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാവുന്നുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഉഴുന്ന് പരിപ്പും കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കായവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കിയെടുക്കുക. ലോ ഫ്ലെയിമിൽ വെക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ ചട്നി ഒഴിച്ചു കൊടുക്കും. കുറച്ച് നേരം ഇതിൽ കിടന്ന് കുക്കാവട്ടെ. ഇത് നല്ല സ്പൈസിയുമാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. ഏകദേശം ഒരു മിനിറ്റ് 2 മിനിറ്റിൽ കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് തീ ഓഫാക്കാം. നല്ല സ്പൈസി ആൻഡ് ടേസ്റ്റി ചട്നി ഇതാ റെഡിയായി കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് കുറച്ചധികം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസത്തേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ ഒരു റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.